മോഡി 75 വയസ്സ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കേരളത്തിൽ പിണറായി വിജയനെതിരെയും ഈ ചോദ്യം വരുന്നുണ്ട്. ബാക്കി എല്ലാ മനുഷ്യരെയും 75 വയസ്സിൽ പുറത്താക്കിയിട്ട് പിണറായി വിജയൻ മാത്രം അതിന് ശേഷം തുടരുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. നമുക്ക് തൽക്കാലം മോഡിയിലേക്ക് മടങ്ങാം. 75 വയസ്സ് കഴിഞ്ഞാൽ മോഡി ഒഴിയുമോ? അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയൊക്കെ ഒരു അതിക്കാക്കിയത് 75 വയസ്സിന്റെ പേര് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യും? ഇദ്ദേഹം ഒഴിയുമോ? വേറെ ആരെങ്കിലും വരുമോ എന്ന ചോദ്യമുണ്ട്. അതാര് എന്ന ചോദ്യം അതിനേക്കാൾ പ്രധാനമാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് BJP എന്ന ഒറ്റ കക്ഷിയല്ല. മുമ്പ് 2 തിരഞ്ഞെടുപ്പുകളിലും BJPക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായി. ഇപ്പൊ നമുക്കറിയാം, പ്രധാനമായും 2 കക്ഷികൾ, JDU, TDP, ആന്ധ്രയിലെ തെലുങ്കുദേശവും ബീഹാറിലെ JDUവും പിന്തുണച്ചില്ലെങ്കിൽ ആ രാത്രി മോഡി പ്രധാനമന്ത്രി അല്ലാതാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിതീഷ് കുമാർ പ്രധാനമന്ത്രിയാകും എന്ന രൂപത്തിൽ ചില വാർത്തകൾ ചിലയിടത്തു നിന്ന് വന്നിട്ടുണ്ട്. അത് വന്നത് നിതീഷ് കുമാറിന്റെ തന്നെ ചില മന്ത്രിമാരാണ് എന്നതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. മോഡി ഒഴിയുകയും JDUവിനെ ഒരാളെ പ്രധാനമന്ത്രിയാക്കുകയും ചെയ്യുക എന്നത് ചില ആഗ്രഹങ്ങളാണ്. നമുക്കറിയാം, ഒരു കാരണവശാലും RSSും BJPയും അതിന് സമ്മതിക്കില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ആത്മഹത്യാപരമാണ്. മോഡി പ്രഭാവം കുറഞ്ഞുവെങ്കിൽ മോഡിക്ക് പകരം വേറൊരാളെ കണ്ടെത്താൻ സംഘപരിവാർ ശ്രമിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് എത്ര വേഗം എത്ര പതുക്കെ എന്ന് മാത്രമേ നമ്മൾ ആലോചിക്കണ്ടു. കാരണം മോഡി എല്ലാ കാലത്തും ഉള്ള ആളല്ല. മോഡിയുടെ എത്ര 12-11 വർഷം ഭരണം കഴിയുകയാണ് ഇതോടുകൂടി. അപ്പോൾ തീർച്ചയായിട്ടും ആരാണ് ഇനി വരിക എന്ന ചോദ്യം സ്വാഭാവികമാണ്. പക്ഷേ നിതീഷ് കുമാർ ഉന്നയിക്കുന്നത് മറ്റു പല അർത്ഥങ്ങൾ കൂടിയുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. മുമ്പ് തന്നെ നമ്മളൊരു വാർത്ത കേട്ടിരുന്നു. നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കിക്കൊണ്ട് TDPയെ കൂടി ചേർത്ത് ഇന്ത്യ മുന്നണി ഭരണത്തിലേക്ക് വരാൻ പോകുന്നു എന്നൊരു വാർത്ത. കാരണം അത്ര ഒരു ബാലൻസിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. 220 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 50 സീറ്റ് കിട്ടിയാൽ അവർക്കും ഭരിക്കാം. TDPയും JDUവും പിന്നെ ചില ചെറിയ കക്ഷികൾ, ബസ്വാന്റെയൊക്കെ കക്ഷികളൊക്കെ ചേർന്നാൽ വേണമെങ്കിൽ ഭരണം ഇപ്പുറത്തേക്കും വരാം. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ചില ശ്രമങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് NDA എന്ന് നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം നമ്മൾ മനസ്സിലാക്കുക. നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാകണമെന്ന് ആവശ്യപ്പെടുകയും ആവശ്യം തള്ളിക്കളയുകയും ചെയ്താൽ JDUവിന് വിട്ടുപോരാൻ കാരണങ്ങളായി. JDUവിന് വേറെ ഒരുപാട് കാരണങ്ങൾ, വഖഫ് ബോർഡ് അടക്കമുള്ള നിരവധി വിഷയങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ കൊടുക്കുന്ന സമീപനങ്ങളൊക്കെ JDUവിന് പ്രശ്നമില്ല. പിന്നെ അധികാരം കിട്ടുമ്പോൾ പിന്നെ എല്ലാ രാഷ്ട്രീയവും മറക്കുമല്ലോ. അങ്ങനെയാണ് അവരവിടെ തൂങ്ങി നിൽക്കുന്നത്. അപ്പോ ഈ വാർത്ത ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുക BJPക്കും RSSനുമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് എത്രത്തോളം വരെ പോകും എന്നൊക്കെ ചോദിച്ചാൽ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അതൊരു സാധ്യത മാത്രമാണ്. നിൽക്കട്ടെ, അത് വരട്ടെ. അത് വന്ന് അങ്ങനെ അസ്വസ്ഥതയുണ്ടായാൽ ഇപ്പോഴേ തന്നെ ദുർബലമായ NDA മുന്നണിയിൽ ഇനിയും വിള്ളലുകൾ ഉണ്ടാവും. അത് BJPക്കും സംഘപരിവാറിനും കിട്ടാവുന്ന ഏറ്റവും വലിയ അടിയായി മാറും എന്ന കാര്യത്തിലൊരു തർക്കവും.